നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajmal. ഏഴാം തവണയും വിധി പറയുന്നത് മാറ്റി അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. നേരത്തെ സിറ്റിംഗുകളിലെല്ലാം പല കാരണങ്ങളാൽ വിധി പറയുന്നത് നീട്ടിവെക്കുകയായിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് തടവ് അടക്കമുള്ള ശിക്ഷകളിൽ ഇനി കോടതി തീരുമാനം വന്നാൽ മാത്രമേ മോചനം സാധ്യമാകൂ. ദിവസേന 20 ലക്ഷം UAE-യിൽ ജനത്തിന് പ്രിയം പൊതുഗതാഗതം കൂടുതൽ ജനപ്രിയമാകുന്നുവെന്ന് തെളിയിച്ച് RTA-യുടെ കണക്കുകൾ. മുൻ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം പൊതുഗതാഗതം ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ 6.4% വർധന. വിനോദസഞ്ചാരികളുടെ വിന്റർ വണ്ടർലാൻഡായി UAE. സന്ദർശകർക്ക് UAE-യുടെ നേരിയ കാലാവസ്ഥയിൽ ആനന്ദിക്കാനും അതോടൊപ്പം ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങൾ പരിവേഷണം ചെയ്യാനും ഇത് സാധ്യമാകുന്നു. വിശാലമായ മരുഭൂമികളും പാറക്കെട്ടുകളും മുതൽ ശാന്തമായ തീരപ്രദേശങ്ങളും സമൃദ്ധമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളും വരെ സാഹസികത തേടുന്നവർക്ക് UAE അതിശയകരമായ ഒരു പശ്ചാത്തലമാണ് ഒരുക്കുന്നത്. കേരളത്തിന്റെ റെയിൽവേ വിഹിതം 3042 കോടി. 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, 100 അമൃത് ഭാരത് ട്രെയിനുകൾ. കേരളത്തിനുള്ള റെയിൽവേ വിഹിതം 3042 കോടിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. ഇത് UPA കാലത്തേക്കാൾ 8 ഇരട്ടി അധികമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫിലാഡൽഫിയയിൽ വിമാന അപകടം, 6 പേർക്ക് ദാരുണാന്ത്യം. ഫിലാഡൽഫിയയിൽ തകർന്നു വീണത് രോഗിയായ പെൺകുട്ടിയുമായി പോയ വിമാനം. അമ്മയും പൈലറ്റുമടക്കം 6 പേർക്കും ദാരുണാന്ത്യം. വസന്ത പഞ്ചമി ദിനത്തിലെ അമൃത് സ്നാൻ. പുണ്യസ്നാനത്തിൽ പങ്കെടുത്തത് 16.58 ലക്ഷം ഭക്തർ. മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ വസന്ത പഞ്ചമി ദിനത്തിലെ അമൃത സ്നാനത്തിന് സാക്ഷ്യം വഹിച്ചത് ലക്ഷങ്ങൾ. മഹാകുംഭമേളയിലെ 3ാമത്തെ അമൃത സ്നാനമാണിത്. സംസ്ഥാനത്ത് ഇന്ന് ചൂട് കൂടും. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. ഗ്രീഷ്മയുടെ വധശിക്ഷയിൽ പ്രസ്താവനയുമായി സുപ്രീം കോടതി. വധശിക്ഷ നിയമമല്ല, അതിന് അപവാദമാണ്. കഴിയുന്നതും ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി. പ്രൊഫസർ PT ഹരിദാസ് അന്തരിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് റിട്ടയർഡ് ചരിത്ര വിഭാഗം മേധാവിയും ഇന്ത്യൻ ചരിത്രഗവേഷണ കൗൺസിൽ അംഗവുമായ പ്രൊഫസർ PT ഹരിദാസ് ആണ് അന്തരിച്ചത്. ദോഹയിലെ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ അമാനുള്ള വടക്കാങ്കരയുടെ വിജയമന്ത്രങ്ങളുടെ 8ാം ഭാഗം പ്രകാശനം ചെയ്തു. പ്രചോദനങ്ങളുടെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്ന പരമ്പരയാണ് ഡോക്ടർ അമാനുള്ള വടക്കാങ്കരയുടെ വിജയമന്ത്രങ്ങളെന്ന് ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ KC സാബു അഭിപ്രായപ്പെട്ടു. NVBS സ്ഥാപകരായ മനോജ് സാഹിബ് ജാനും ബേനസീർ മനോജും ചേർന്ന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും ഭാഗങ്ങളായുള്ള മോട്ടിവേഷണൽ പരമ്പര എന്നത് വിജയമന്ത്രങ്ങളെ കൂടുതൽ വിശേഷമാക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക്. വനിതാ വോളിബോളിൽ തമിഴ്നാടിനെ വീഴ്ത്തി. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 6ാം സ്വർണം. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ പ്ലേ ഓഫിൽ റയൽ മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. ദേശീയ ഗെയിംസിൽ അഞ്ജന ശ്രീജിത്തിന് വെങ്കലം. വാട്ടർ പോളോയിൽ പുരുഷ വനിതാ ടീമുകൾ സെമിയിൽ. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് സീസൺ 3 ക്രിക്കറ്റിന്റെ രജിസ്ട്രേഷൻ ഫെബ്രുവരി 15 വരെ. വാങ്കഡയിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് 150 റൺസിന് വിജയം. ഇംഗ്ലണ്ടിനെതിരെ 150 റൺസിന്റെ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഷമിക്ക് 3 വിക്കറ്റ് ജയത്തോടെ പരമ്പര 4-1 ഇന്ത്യ സ്വന്തമാക്കി. ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajmal.